ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ആരോഗ്യമേഖല മെച്ചപ്പെടുത്താൻ വിവിധ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള സമഗ്ര സമീപനമാണ് രാജ്യത്ത് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആഗോളതലത്തിൽ സുസ്ഥിരമായ AI ഭാവി ഉറപ്പാക്കാൻ ഇന്ത്യയുടെ വൈദഗ്ധ്യം മറ്റ് രാജ്യങ്ങളുമായി പങ്കിടാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനവും സാമ്പത്തിക മുൻഗണനകളും കണക്കിലെടുത്തുള്ള സന്തുലിതമായ ബജറ്റാണ് 2025-26 ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് ഉപയോഗം സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്ത് കേരള നിയമസഭ. ജമ്മുകാശ്മീരിലെ അഗ്നൂർ മേഖലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 2 ജവാന്മാർക്ക് വീരമൃത്യു. ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്ന് 5 മെഡലുകൾ. പോയിന്റ് പട്ടികയിൽ മുന്നേറ്റം തുടർന്ന സർവീസസ്. വാർത്തകൾ വിശദമായി. ആരോഗ്യമേഖല മെച്ചപ്പെടുത്താൻ വിവിധ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള സമഗ്ര സമീപനമാണ് രാജ്യത്ത് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും തുല്യമായ ആദരവാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. യുനാനി ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. आयुर्वेद और यूनानी जैसे प्राचीन मंत्रालय ने संतुलित जीवन शैली पर जोर दिया जाता है। आज यूनानी पद्धति में शिक्षा, शोध और अनुसंधान, स्वास्थ्य सेवा तथा औषधियों के निर्माण की दृष्टि से भारत का विश्व में अग्रणी स्थान है। इसके लिए मैं आयुष मंत्रालय के तत्वावधान के सक्रिय सेंट्रल काउंसिल फॉर रिसर्च इन यूनानी मेडिसिन की सराहना करती हूँ. പ്രശസ്ത യുനാനി ചികിത്സകനായ ഹക്കിം അജ്മൽ ഖാന്റെ പ്രവർത്തനങ്ങളെ രാഷ്ട്രപതി അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഫെബ്രുവരി 11 യുനാനി ദിനമായി ആഘോഷിക്കുന്നു. ലോകത്തിന് സുസ്ഥിരമായ AI ഭാവി ഉറപ്പാക്കാൻ ഇന്ത്യയുടെ അനുഭവവും വൈദഗ്ധ്യവും മറ്റു രാജ്യങ്ങളുമായി പങ്കിടാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടന്ന AI ആക്ഷൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, കൃഷി എന്നിവയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ മെച്ചപ്പെടുത്താനുള്ള കഴിവ് AIക്കുണ്ട്. AIയുടെ സാധ്യതകൾ എടുത്തു പറഞ്ഞ അദ്ദേഹം അതിലെ ദുരുപയോഗ സാധ്യതകളും ചൂണ്ടിക്കാട്ടി. AI can help transform millions of lives by improving health, education, agriculture, and so much more. It can help create a world in which the journey to sustainable development goals becomes easier and faster. Sustainable AI does not only mean using clean energy. AI models must also be efficient and sustainable in size, data needs, and resources requirement. ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി ഇൻഡോ ഫ്രഞ്ച് CEO ഫോറത്തിലും ഫ്രഞ്ച് പ്രസിഡന്റിനൊപ്പം അധ്യക്ഷത വഹിക്കും. മാർസയിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിക്കും. തുടർന്ന് US സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നാളെ യാത്ര തിരിക്കും. സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ സംയോജനം, ഏകോപനം, ആശയവിനിമയം, പ്രാപ്തി എന്നീ 4 തന്ത്രങ്ങളിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സൈബർ സുരക്ഷയും സൈബർ കുറ്റകൃത്യവും എന്ന വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിനായുള്ള പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം ഒരു ഡിജിറ്റൽ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്നും ഇന്ത്യയെ സൈബർ സുരക്ഷിത രാഷ്ട്രമാക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയം നിരവധി സുപ്രധാന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പരീക്ഷകളെ നേരിടുന്ന കുട്ടികളുടെ മാനസികാരോഗ്യവും ക്ഷേമവും അനിവാര്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ചയിൽ ഈ വിഷയങ്ങൾക്ക് പ്രത്യേകമായി ഒരു എപ്പിസോഡ് തന്നെ ഉണ്ടെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പ്രശസ്ത സിനിമാ താരം ദീപിക പദുക്കോൺ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. എപ്പിസോഡ് നാളെ സംപ്രേഷണം ചെയ്യും. GSTയുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങളെടുക്കാനുള്ള ഭരണഘടനാപരമായ അധികാരം GST കൌൺസിലിനാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. GST വർഗീകരണത്തിന്റെ തീരുമാനം ഏകപക്ഷീയമല്ലെന്നും ഏത് പ്രശ്നവും കൌൺസിലിൽ അവതരിപ്പിക്കാൻ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നും രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. സ്വാമിത്വ പദ്ധതിക്ക് കീഴിൽ 1,59,000 വില്ലേജുകളിലായി 2,35,00,000 പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. 3,18,000 വില്ലേജുകളിൽ ഡ്രോൺ സർവേ പൂർത്തിയാക്കിയതായും പഞ്ചായത്ത് രാജ് സഹമന്ത്രി SP സിംഗ് ബാഗേൽ ഇന്ന് ലോക്സഭയിൽ രേഖാമൂലം മറുപടി നൽകി. രാജ്യത്തിന് ലഭിച്ചിട്ടുള്ള
വിദേശ നിക്ഷേപത്തിന്റെ 90% ഓട്ടോമാറ്റിക് മാർഗത്തിലാണെന്ന് വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് വ്യക്തമാക്കി. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം പറഞ്ഞത്. പ്രതിരോധം, ഇൻഷുറൻസ്, പെട്രോളിയം, പ്രകൃതിവാതകം, ടെലികോം, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപ നയത്തിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. 2025-26 പൊതുബജറ്റിന്മേൽ രാജ്യസഭയിൽ ഇന്ന് ചർച്ച നടന്നു. സർക്കാരിന്റെ സജീവമായ ഇടപെടൽ മൂലം ധനക്കമ്മി 0.4% കുറഞ്ഞതായും നേരിട്ടുള്ള ആനുകൂല്യ വിതരണ ചോർച്ച തടയാൻ സാധിച്ചതായും BJP MP ഭഗവത് കരുത്ത് പറഞ്ഞു. ശക്തമായ അടിസ്ഥാന സൌകര്യ വികസനത്തിലും മറ്റ് മേഖലകളിലും രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് NCPയുടെ പ്രഫുൽ പട്ടേൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ സുപ്രധാന മേഖലകളിൽ സർക്കാർ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നാരോപിച്ച കപിൽ സിബൽ MP GDPയിലേക്കുള്ള ഉൽപാദന വിഹിതം 12.9% കുറഞ്ഞതായും ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ വികസനവും സാമ്പത്തിക മുൻഗണനകളും കണക്കിലെടുത്തുകൊണ്ടുള്ള സന്തുലിതമായ ബജറ്റാണ് 2025-26 കേന്ദ്ര ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചയിൽ ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി. വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. അതിന് സംഭാവന നൽകുന്ന സാധാരണക്കാർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ തുടങ്ങിയ മേഖലകളെ മുന്നിൽ കണ്ടുള്ള ബജറ്റാണ് ഇത്തവണത്തേതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. Our main goals in this budget are to accelerate our growth, secure inclusive development, invigorate private sector investments, and uplift household sentiments. So, with a focus on Garib, youth, Annadata, Nari, the budget likes to reveal new schemes and reforms in the following broad sectors: promotion of agriculture, MSMEs, investments and exports as growth engines, and building rural prosperity and resilience. ഗ്രാമീണ മേഖലയുടെ അഭിവൃദ്ധിക്കായി സൂക്ഷ്മ, ചെറുകിട, ഇടത്തര സംരംഭം, കൃഷി, തദ്ദേശ വിഭവങ്ങളുടെ കയറ്റുമതി തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയതായി ധനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് ഉപയോഗം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപം നിയമസഭ ഇന്ന് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്തു. ലഹരിക്കെതിരെ സർക്കാർ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചുവരുന്നതെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് സഭയിൽ വ്യക്തമാക്കി. ലഹരി സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച സഭയിൽ ഇന്നും തുടർന്നു. KK രമ, CK ആശ, K ശാന്തകുമാരി, അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തു. ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ സഭയിൽ മറുപടി നൽകും. ജമ്മു കാശ്മീരിലെ ആഗ്നൂർ മേഖലയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 2 ജവാന്മാർക്ക് വീരമൃത്യു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്. പ്രദേശത്ത് ഭീകരർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 38ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് കേരളം. 2 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകളാണ് ഇന്ന് കേരളം നേടിയത്. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ മുഹമ്മദ് ഹുസൈനും വനിതകളുടെ 70 കിലോഗ്രാം ജൂഡോയിൽ ദേവി കൃഷ്ണയുമാണ് കേരളത്തിനായി വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. ജിംനാസ്റ്റിക്സ് മത്സരങ്ങളിലും കേരളം 2 വെള്ളിയും 1 വെങ്കലവും സ്വന്തമാക്കിയിരുന്നു. പോയിന്റ് പട്ടികയിൽ സർവീസസ് 1ാമതും മഹാരാഷ്ട്ര 2ാം സ്ഥാനത്തും കർണാടക 3ാം സ്ഥാനത്തുമാണ്. കേരളം നിലവിൽ 9ാം സ്ഥാനത്താണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ പരമ്പര ഇതിനകം സ്വന്തമാക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യമേഖല മെച്ചപ്പെടുത്താൻ വിവിധ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള സമഗ്ര സമീപനമാണ് രാജ്യത്ത് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആഗോളതലത്തിൽ സുസ്ഥിരമായ AI ഭാവി ഉറപ്പാക്കാൻ ഇന്ത്യയുടെ വൈദഗ്ധ്യം മറ്റു രാജ്യങ്ങളുമായി പങ്കിടാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനവും സാമ്പത്തിക മുൻഗണനകളും കണക്കിലെടുത്തുള്ള സന്തുലിതമായ ബജറ്റാണ് 2025-26 ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് ഉപയോഗം സംബന്ധിച്ച് വിശദമായ ചർച്ച ചെയ്ത് കേരള നിയമസഭ. ജമ്മുകാശ്മീരിലെ ആഗ്നൂർ മേഖലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 2 ജവാന്മാർക്ക് വീരമൃത്യു. ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്ന് 5 മെഡലുകൾ. പോയിന്റ് പട്ടികയിൽ മുന്നേറ്റം തുടർന്ന സർവീസസ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.